ഏകദേശം 800ഓളം വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഈ മനോഹരമായ വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് എന്ന് സഹായിക്കണേ. ശ്രദ്ധിക്കുക, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരാണ് ഞാനിനി പറയാനായി പോകുന്നത്. ത്രിവിക്രമംഗലം വാമനമൂർത്തി ക്ഷേത്രമെന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നെത്തിയതെന്ന് പറയാം. ട്രെയിൻ മാർഗം വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അടുത്തുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ദൂരം വരുന്നത് 4.5 കിലോമീറ്റർ ആണ്. ഏകദേശം 20 മിനിറ്റോളം യാത്ര നമുക്കുണ്ട്. നമുക്കുള്ള ആദ്യത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂരിൽ നിന്ന്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്ത് ബസ് സ്റ്റോപ്പ്, തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ തമലം പോകുന്ന ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ബസ്സാണ്, ക്ഷേത്രം വരെ നമുക്ക് ബസ് ഉണ്ട്. അതല്ല, നമുക്ക് തമലം വരെ പോകുന്ന ബസ് എപ്പോഴും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പാപ്പനംകോട് പോകുന്ന ബസ് എപ്പോഴും കിട്ടും. തമ്പാനൂരിൽ നിന്ന് എപ്പോഴും പാപ്പനംകോട് പോകുന്ന ബസ്സുണ്ട്, കിഴക്കേക്കോട്ടയിൽ നിന്നുണ്ട് പാപ്പനംകോട് പോകുന്ന ബസ് എപ്പോഴും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ 13 രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് ആവുന്നത്. നമ്മൾ പാപ്പനംകോട് ഇറങ്ങിയതിന് ശേഷം 30 രൂപ ഓട്ടോ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വരെ നമ്മളെ എത്തിക്കുന്നതാണ്. നമ്മൾ തൽക്കാലം അങ്ങനെയാണ് പോയത്. ഇനി ഞാൻ വന്നത് കൊല്ലത്ത് നിന്ന് ട്രെയിൻ നമ്പർ 206-36 അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ്. 55 രൂപയായി എനിക്ക് ടിക്കറ്റ് ചാർജ് ജനറൽ കമ്പാർട്ട്മെൻറ്റിന്. അതൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2:55 കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ്. ആ ഒരു ട്രെയിൻ 4 മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലെത്തും കേട്ടോ. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കരമനയാറ്റിൻ്റെ തീരത്ത് തമലത്താണ് ത്രിവിക്രമംഗലം വാമനമൂർത്തി ക്ഷേത്രം. കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഈ ഒരു ക്ഷേത്രമെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ശ്രീകോവിലിൻ്റെ ഒരു ശില്പകലയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അകത്ത് നമുക്കങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നാലമ്പലത്തിൻ്റെ അകത്തെ ആണെങ്കിലും അല്ലാതെ നമുക്ക് അകത്തുനിന്നുള്ളൊരു വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. അത് ഞാനിവിടെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരുവിധം കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദർശന സമയം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വഴിപാട് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. രാവിലെ 5:30 നട തുറന്നിട്ട് 10 മണിയോടുകൂടി അടയ്ക്കും. വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് ക്ഷേത്ര ദർശന സമയം. പിന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു അമ്പലത്തിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നമുക്ക് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ അതേ വഴിപാട് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇവിടെ മറ്റു ബോർഡുകളും കാര്യങ്ങളൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. വഴിപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ അതേ ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടറുകൾ. വഴിപാട് വിവരം, കൗണ്ടറല്ല, വഴിപാട് വിവരം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇതിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 800ഓളം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള 800ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദർശനത്തിനായിട്ട് നമുക്ക് കയറണം. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ ഈ 800ഓളം വർഷങ്ങൾക്ക് മുമ്പ് പറയാനായിട്ടുള്ള കാരണം, ഏകദേശം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചോളരാജവംശത്തിലെ വിക്രമൻ എന്ന നാട്ടുരാജാവിന് വേണ്ടി വിഴിഞ്ഞത്തുള്ള പുട്ടൻ വിക്രമൻ വീരചെട്ടിയാരാണ് ഈ ഒരു ക്ഷേത്രം പണിതതെന്നതിന് രേഖകളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ വിക്രമൻ വീര ചെട്ടിയാരുടെ പേരിൽ നിന്നാണ് ത്രിവിക്രമംഗലം എന്ന പേരുണ്ടായതെന്ന് ചരിത്രകാരന്മാർ സംശയിക്കുന്നതുമുണ്ട് കേട്ടോ. കരമനയാറ്റിൻ്റെ അടുത്താന്ന് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ദർശന രീതികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. കണ്ടില്ലേ, നാലമ്പലത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. പുരുഷന്മാർ ഷർട്ട്, ബനിയൻ എന്നിവ ധരിച്ചുകൊണ്ട് അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കരുത്. ദർശന സമയത്ത് നട മറഞ്ഞു നിന്ന് തൊഴാൻ പാടില്ല. അത്യാവശ്യം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാഴ്ചകളൊക്കെ കാണാനായിട്ട് കടന വരുന്നതെന്ന് പറഞ്ഞാൽ, ക്ഷേത്രത്തിൻ്റെ ഒരു രൂപഘടനകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ 3 നിലകളുള്ളതും ടൈലുകൾ കൊണ്ട് പൊതിഞ്ഞതുമാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരമനയാറ്റിൻ്റെ തീരത്തു നിന്നും ഏകദേശം 50 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ അടിത്തറ ഉദ്ദേശം 5 അടിയോളം കട്ടിക്കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതും മുൻഭാഗം ലാറ്ററൈറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് വന്നിട്ടില്ലാത്തവർ തീർച്ചയായും ദർശനം നടത്തേണ്ടതായിട്ടുള്ളൊരു മനോഹരമായ ക്ഷേത്രം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം. പുരാതനമായ നൃത്ത വിന്യാസങ്ങൾ, കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അത് നമുക്കിവിടെ ഓരോ ശില്പങ്ങളിലൊക്കെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ചില നൃത്തരൂപങ്ങൾ ഭരതനാട്യ ശാസ്ത്രാനുസരണമുള്ള അർദ്ധമതളി സമ്പ്രദായത്തിലുള്ളതാണെന്നും പറയപ്പെടുന്നുണ്ട്. കരിങ്കല്ലിൽ തീർത്ത 2 ദ്വാരപാലകരെ
ഗർഭഗൃഹത്തിൻ്റെ ഇരുവശങ്ങളിലും കൊത്തിവെച്ചിരിക്കുന്നുണ്ട്. ഈ ശില്പങ്ങളുടെ നാസിക വ്യക്തമാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഓരോ ശില്പങ്ങളും കൊത്തിപ്പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനൊരു എന്താ പറയുന്നത് അവിസ്മയകരമായ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തന്നെ എനിക്ക് ഞാൻ അറിയത്തില്ലായിരുന്നു. ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ദർശനം നടത്തിയത്. നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് എന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചതും. തീർച്ചയായും ദർശനം നടത്തേണ്ട മനോഹരമായൊരു ഭഗവാന്റെ ക്ഷേത്രം തന്നെയാണ് വാമനമൂർത്തി ക്ഷേത്രം. ത്രിവിക്രമംഗലം വാമനമൂർത്തി ക്ഷേത്രം. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ, ക്ഷേത്രത്തിന് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വേറൊരു കുഞ്ഞു ക്ഷേത്രമുണ്ട്. അവിടെയും കൂടി നമ്മൾ ദർശനം നടത്തും. അത് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഉപദേവതകളായി നമ്മുടെ ഗണപതി ഭഗവാനുണ്ട്, ശിവഭഗവാനുണ്ട്, ശാസ്താവുണ്ട്, നാഗദൈവങ്ങളുണ്ട്. ഈ ഗണപതി ഭഗവാനും ശിവഭഗവാനും ശാസ്താവും കൂടെ ഒരുമിച്ചാണ് ഇവിടെ നമുക്ക് ദർശനം തരാനായിട്ട് ഇരിക്കുന്നത്. അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. 6 അടിയിൽ കൂടുതൽ ഉയരമുള്ള വാമനാവതാര വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശ്രദ്ധിക്കുക, 6 അടി ഉയരമുണ്ട്. നല്ല രസമാണ്. കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാന്റെ രൂപം കേട്ടോ. വളരെ മനോഹരമായൊരു ദർശനമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. തീർച്ചയായും ഇവിടത്തേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതാണ്. ഈ ഒരു ക്ഷേത്രത്തിലെ യാത്ര, അതായത് ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ, മറന്നു പോകരുത്. ഇവിടത്തെ ഭഗവാന്റെ ഒരു രൂപമൊക്കെ ഉണ്ട്, നമുക്ക് കാണാനായി സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പുറത്തോട്ട് ഇറങ്ങണം. നമ്മൾ തിരിച്ചും ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. നമ്മളൊരു 7:30 മുമ്പ് തിരുവനന്തപുരത്ത് എത്തും. അപ്പോൾ നമുക്ക് മാവേലി എക്സ്പ്രസ് പിടിച്ച് കൊല്ലത്തോട്ട് പോകും. അതായത് ആലപ്പുഴ വഴി, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി മംഗലാപുരം വരെ പോകുന്ന ഒരു ട്രെയിനാണ് കേട്ടോ, മാവേലി എക്സ്പ്രസ്. ആ ഒരു ട്രെയിനിലാണ് നമുക്ക് മടക്ക യാത്ര. കൊല്ലം തിരുവനന്തപുരം വലിയ ദൂരമുള്ള കാര്യമൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു കൊല്ലംകാരനായ എനിക്ക്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ക്ഷേത്ര ദർശനമാണ് ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ചാനലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഓരോ ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യും. വലിയ വലിയ ക്ഷേത്ര ദർശന യാത്രകളൊക്കെ ഉടനെ വരുന്നതാണ് നമ്മളെ വീഡിയോയിൽ. ഉടനെ എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. ട്രെയിൻ മാർഗം തന്നെയാണ് നമ്മുടെ എല്ലാ യാത്രയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായ വീഡിയോ കാണണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ നമ്മളെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. തീർച്ചയായും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കുറച്ച് സമയമെടുത്തായാലും തീർച്ചയായും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ത്രിവിക്രമംഗലം വാമനമൂർത്തി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. മനോഹരമായൊരു സായാഹ്ന സമയത്താണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി വന്നത്. അതിമനോഹരമായൊരു ക്ഷേത്രം, വേറെ ഒന്നും പറയാനില്ല. അതിമനോഹരമായൊരു ക്ഷേത്രം, തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായൊരു ക്ഷേത്രം. തിരിച്ചും നമ്മൾ വന്ന എങ്ങനെയാണോ, അതായത് ഇവിടുന്ന് ഒരു ഓട്ടോ പിടിക്കും, ചിലപ്പോൾ നടന്നങ്ങ് ബസ് സ്റ്റോപ്പിൽ പോയി അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് എങ്ങോട്ട് പോകണം, പാപ്പനംകോട് നമ്മൾ നേരെ തമ്പാനൂർ ഓട്ടവും 13 രൂപ ഓട്ടം ചാർജ്, എന്നിട്ട് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇതിനിടയ്ക്ക് ഞാൻ ആഹാരം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നതല്ല, ചെയ്യുന്നതുമല്ല. കാരണം അത് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലാതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ആവശ്യമുള്ളതായിട്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. ആഹാരത്തിനൊക്കെ ഒരു കുറവുമില്ല. പല ബഡ്ജറ്റിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഹോട്ടലുകളും തിരുവനന്തപുരം തലസ്ഥാനത്ത് നമ്മൾ വന്ന് ട്രെയിൻ ഇറങ്ങുന്നിടത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ ഫ്രണ്ട്സ്. പുറത്തോട്ട് ഇറങ്ങി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു ക്ഷേത്രം, ഇതിനകത്തോട്ട് കയറി വരുന്ന ഭാഗത്തൊരു കുഞ്ഞു ക്ഷേത്രം കൂടിയുണ്ട്. ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് ദർശനം നടത്തണം. ഞാൻ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം ആ ഒരു ക്ഷേത്രം. അങ്ങനെ ഇനി നമുക്ക് തിരുവനന്തപുരത്തുള്ള പരശുരാമ ക്ഷേത്രത്തിലും കൂടെ വേണം. ഭഗവാന്റെ മിക്ക അവതാരങ്ങളുമായിട്ടുള്ള ഇത് നമ്മൾ പോയിട്ടുണ്ട്. കൂർമ്മം ക്ഷേത്രം അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ ക്ഷേത്രം ഇവിടെ എറണാകുളം ജില്ലയിൽ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനെയൊക്കെ പറ്റിയിട്ട് അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഭഗവാന്റെ അവതാരങ്ങളുള്ള ക്ഷേത്രങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വരാഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ. അതെ, ആ ഓം നമോ നാരായണ എന്ന് എഴുതിക്കുന്നുണ്ടോ, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട്, കണ്ടോ നിങ്ങൾ? അവിടെയും കൂടി ദർശനം നടത്തിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഓട്ടോ പിടിച്ച് നേരെ എങ്ങോട്ട് പോവുകയാണ്? പാപ്പനംകോട് ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തി. ഇനി ബസ് കാത്തിരിക്കണം. ഡയറക്റ്റ് ബസ് നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനുള്ള ബസ്സൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ നമുക്ക് ബസ്സിന് വേണ്ടി കാത്തിരിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ബസ് കിട്ടി. 13 രൂപയാണ് ബസ് ചാർജ് വരുന്നത് ഒരാൾക്ക്. ഓർഡിനറി ബസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വലിയ താമസമൊന്നും ഇല്ലാതെ തലസ്ഥാനത്തെത്തും. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. ഇതേ നമ്മൾ തമ്പാനൂർ വന്നിറങ്ങി നേരെ ഒന്ന് ഇരുട്ടി വരുന്നുണ്ട്. 6:30 സമയം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. എന്നിട്ട് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ മാവേലി എക്സ്പ്രസ്സിനെ കാണണം. പ്ലാറ്റ്ഫോം നമ്പർ 2-ലായിരിക്കും കിടക്കുന്നത്. 7:25 രാത്രി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് കേട്ടോ മാവേലി എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 166-04. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ആ ഓപ്പോസിറ്റ് കിടക്കുന്ന, നമ്മൾ നേരെ കിടക്കുന്ന കണ്ട, അതാണ് നമ്മുടെ മാവേലി എക്സ്പ്രസ്.
ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്നതെന്ന്. പക്ഷേ അത് പ്ലാറ്റ്ഫോം നമ്പർ 1 2 അങ്ങനെ നമ്മളിത് എസ്കലേറ്ററിൽ കയറി നേരെ പ്ലാറ്റ്ഫോം നമ്പർ 2 മാവേലി എക്സ്പ്രസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൊല്ലം ജംഗ്ഷനിലേക്ക് 45 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ് നമുക്ക് വരുന്നത്. മാവേലി എക്സ്പ്രസിനെ കാണണ്ടേ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ മാവേലി എക്സ്പ്രസ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രിപ്പ് ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.